നമുക്കിപ്പോൾ 2 പേര് നല്ലൊരു മുഴുത്ത കുഴി കുത്തുന്നത് കാണാം. ഇത് വേറൊന്നുമല്ല, ഈ മഴക്കാലമായി ഇന്നിപ്പം ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരെണ്ണം ഒടിഞ്ഞ് ചുവടാൻ നിൽക്കുവാണത്. അടുത്തൊരു പോസ്റ്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തിരിക്കുന്ന പോസ്റ്റ് ചിലപ്പോൾ ഒടിയും ചിലപ്പോൾ ഒടിയില്ല. പക്ഷേ ഇതിവിടെ ഒടിഞ്ഞു. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് KC ബോർഡിൻ്റെ ആളുകൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ എക്യുപ്മെൻസും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പണികളെന്നുള്ള നിലയ്ക്ക് ഫസ്റ്റിലെ ഒരു 2-3 പോസ്റ്റാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത്. 2 പോസ്റ്റാണ് ഒടിഞ്ഞിട്ട് 1 പോസ്റ്റ് കൊണ്ടായിട്ട് ഈ കാണുന്ന വലിയൊരു പന വീണാണ് ഈ പോസ്റ്റ് ഒടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പുതിയ പോസ്റ്റ് 2-3 വരും. അവരുടെ കുറേ സാധനങ്ങളെല്ലാം ഡാമേജ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കമ്പി പരസ്പരം കൂട്ടിമുട്ടാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. ഇതെല്ലാം കമ്പിയുടെ ഇടയ്ക്കൂടെയും പിരിച്ചിടും. അപ്പോൾ കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടില്ല. എങ്ങനെയാണെങ്കിലും പോസ്റ്റുമായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട്. ഒരു 3 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് പോസ്റ്റും കൂടെയാണ് ഒരെണ്ണം കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണല്ലോ അവർ പോസ്റ്റ് ഇറക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ വിദഗ്ധമായ രീതിയിൽ കുഴി കുത്തി അതിന് സൈഡിലേക്ക് അല്ലാണ്ട് നേരെ വണ്ടി റിവേഴ്സിലങ്ങ് കൊണ്ടുവരികയാണ്. വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ ആ വണ്ടിയിൽ നിന്ന് തന്നെ വലിയ ആയാസമില്ലാത്ത രീതിയിൽ ഇറക്കുന്നൊരു കാഴ്ച നോക്കി. ഒരു 5-8 പേരുണ്ട്. ആ വലിയൊരു കുഴിയാണ്. ആദ്യം കാണിച്ച കുഴിയിലേക്ക് അവൻ വണ്ടിയിൽ നിന്ന് തന്നെ ചെരിച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അത്രയും പേര് കൂടിയതാണ് വണ്ടി റിവേഴ്സ് എടുക്കുന്നതനുസരിച്ച് പോസ്റ്റ് നൂർന്ന് വരുന്നതുകൊണ്ടാണ്. എന്തൊരു ടെക്നിക്കാണെന്ന് നോക്കി. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണത്. ഇതെങ്ങനെ ഇത്രയും വലിയ പോസ്റ്റ് ഉയർത്തും എന്ന് നമ്മളിങ്ങ് വിചാരിച്ചിരുന്നപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ആ വണ്ടി റിവേഴ്സ് എടുത്ത് തന്നെ ആ കുഴിയിലേക്ക് പോസ്റ്റ് എത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഉണ്ടോ അവർ ഓരോരുത്തരായിട്ട് പിടിച്ച് ഇനിയിപ്പോൾ ഒന്ന് നൂർത്താൽ മതി. അവരെല്ലാം കൂടെ കൂടി ഇട്ട് നൂർക്കുന്നു നോക്കി. 2 പേര് വണ്ടിയെ തന്നെ നിന്നുകൊണ്ട് തള്ളി നൂർക്കുന്നുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് ആ ഒടിഞ്ഞ പോസ്റ്റിൻ്റെ ചോട്ടിൽ തന്നെ വേറെ കുഴി തീർത്തിട്ട് അവിടെ ആ വണ്ടി റിവേഴ്സിൽ തന്നെ കൊണ്ടുപോയി നേരെയാക്കി പോസ്റ്റ് ഉയർത്തിയിരിക്കുവാണത്. കണ്ടോ, കറക്റ്റായിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ചോട്ടിൽ മണ്ണിടുക എന്നുള്ളത്. ഇനി അടുത്ത 2 പോസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, അടുത്ത കുഴികളിലേക്ക് ഇറക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇറക്കിയ പോസ്റ്റ് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു 5-6 പേര് കൂടി അല്ല 5-8 പേര് കൂടി ആയിട്ട് ആ പോസ്റ്റ് വളരെ വാട്ടർ ലെവലൊക്കെ പിടിച്ച് വേണം അത് ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണിടുന്നു, കല്ലിടുന്നു, ഇങ്ങനെയുള്ള പ്രക്രിയകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുഴിക്കകത്ത് നിന്ന് എടുത്ത കല്ല് തന്നെ തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇടുവാണ്, മണ്ണും ഇടുവാണ്. നല്ല ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല താഴ്ചയുള്ള കുഴിയാട്ടത്. ആ കുഴിക്കകത്തേക്ക് മണ്ണും കല്ലും എല്ലാം ഇട്ട് കുത്തി ഉറപ്പിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉറച്ചിരിക്കണം. കാരണം ഈ കറണ്ടിൻ്റെ കളി ആയതുകൊണ്ട് പിള്ളകളിയല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കല്ലെല്ലാം ഇട്ട് ശരിക്കും അവർ അതിനെ ഉറപ്പിക്കുകയാണ്. അതിനടുത്ത് തന്നെ റോഡിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു കുഴികൾ കുത്തുന്നുണ്ട്. കാരണം ഇത് റോഡായതുകൊണ്ട് റോഡിൽ കൂടി താത്തി പോകാൻ പാടില്ല. അപ്പോൾ അതിന് പോസ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് വലിക്കുന്ന സമയത്ത് പെടന്ന് പോകാണ്ടിരിക്കുന്നതിന് വേണ്ടി സ്റ്റേ വയർ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് അപ്പുറത്തെ സൈഡ് തന്നെ അവർ വേറൊരു കുഴി തീർത്തിട്ടുണ്ട്. അതുകൂടാണ്ട് കണ്ടോ ആ പോസ്റ്റ് വലിച്ച് മുറുക്കുന്നത് കണ്ടത്. ഇട്ടേക്കുന്ന പോസ്റ്റിനടുത്ത് തന്നെയുള്ള വലിച്ചു മുറുക്കി നിർത്തും. അവിടെ കമ്പി പൊട്ടിപ്പോയ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് ലൈൻ ഇന്നിപ്പം വലിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ അത് വലിച്ചു കെട്ടി സ്ട്രോങ് ആയിട്ട് അവർ നിർത്തുകയാണ് ചെയ്യുന്നത്. സ്റ്റേ വയറൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തുകയാണ്. അപ്പോൾ അതിന് മുകളിൽ കയറി അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അടുത്ത പോസ്റ്റ് നാട്ടുന്നതിന് വേണ്ടിയിട്ട് ആ വണ്ടി മുന്നോട്ട് പോയിട്ട് കറക്റ്റ് അലൈൻമെൻ്റ് അനുസരിച്ച് ആ കുത്തിയേക്കുന്ന കുഴിയുടെ ലെവലനുസരിച്ച് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പം കറക്റ്റ് ലെവലനുസരിച്ചാണ് അതിൻ്റെ പുറകോട്ടേക്ക് അവർ കൊണ്ടുവരുന്നത്. ഇത് സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. കറക്റ്റ് അതിൻ്റെ അലൈൻമെൻറ്റിന് തന്നെയാണ് കൊണ്ടുവന്നത് നടത്തുന്നത്. കാരണം ഇതിങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ക്രെയിനൊക്കെ വേണ്ടി വരും കേട്ടോ. അല്ലെ പണ്ടൊക്കെ നിലത്തുനിന്നൊക്കെ ഉയർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ഇത് നമ്മൾ വാഹനം ചെല്ലുന്ന സ്ഥലങ്ങളിലാണ് ഇത്ര ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. വാഹനം ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോസ്റ്റ് ഇതുപോലെ നാട്ടേണ്ട സ്ഥിതി വരുന്നുണ്ട്, വലുത് നാട്ടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ എണ്ണം വേണം, പിന്നെ അതിന് ചുമന്നെടുത്തുകൊണ്ട് പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേറെ മെത്തേഡാണുള്ളത്. അപ്പോൾ ഇത് വാഹനം എത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ഇവർ ഇത് കൊണ്ടുപോയി ഇങ്ങനെ താത്തുന്നത്. കണ്ടോ എത്ര പേരാണ് അവർ 4-5 പേര് കൂടിയിട്ട് അതായത് വലിച്ച് നീക്കി കൊണ്ടുവന്നാണ്ട് ആ കുഴിയിലേക്ക് വീണ്ടും ആ കുഴിയിലേക്ക് കൊണ്ടുവന്ന് ചെരിച്ച് കൊണ്ടുവന്ന് വെച്ചു.
ഇനിയിപ്പോൾ വണ്ടി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ റിവേഴ്സിൽ വരിക എന്നുള്ളതാണ് അടുത്ത ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ കറക്റ്റ് അലൈൻമെൻറ്റെല്ലാം നോക്കേണ്ട റിവേഴ്സിൽ വരുന്നുണ്ടോ. റിവേഴ്സിൽ വരുന്നതനുസരിച്ച് ആ പോസ്റ്റ് മുകളിലേക്ക് ഉയരുന്നതുണ്ടോ. മുകളിലേക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്രയോ പേരുടെ ആയാസം അതിനകത്ത് കുറയുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ അത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അത്രയും കൂടെ വെയിറ്റ് കുറയുന്നത്. മുകളിൽ നിന്ന് വണ്ടിയിൽ നിന്ന് 2 പേരാണത് പിടിച്ച് നോർത്തി കൊടുക്കുന്നത്. ഇനിയിപ്പം അത് അതിന് താഴെ കുറേ പേര് പിടിച്ചാൽ മതി. അവർ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നെ കറക്റ്റ് ബാലൻസിൽ ഇതിൽ കൊണ്ടുപോയിട്ട് ഈ കറക്റ്റ് കുഴിക്കകത്തേക്ക് തന്നെ കൊണ്ടുപോയി ഇറക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. കാരണം അങ്ങനെയാണ് നാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെല്ലാം കൂടെ കൂടിയിട്ട് അവർ കറക്റ്റായിട്ട് നാട്ടി വെച്ചിട്ടുണ്ടത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത പോസ്റ്റുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒടിഞ്ഞ സ്ഥലത്തേക്ക് അടുത്ത് നാട്ടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു മഴക്കാലം വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടുന്നറിയോ. ഒരാൾ പോസ്റ്റിൻ്റെ മുകളിൽ കയറുന്നത് അടുത്ത കമ്പിയൊക്കെ വലിച്ച് കെട്ടുന്നുണ്ട്. കുറേ പേര് അതിന് നൂർത്തി പിടിക്കുന്നുണ്ട്. കുറേ പേര് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് കൊടുത്തെങ്കിലാണ് ഇതുപോലെ നല്ല ബലം. കണ്ടോ, ഈ വലിച്ചു കെട്ടാനുള്ള വടമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇനി ആ വടം എല്ലാം കൂടെ പിണഞ്ഞ് കിടക്കുക. അതെല്ലാം കൂടെ കറക്റ്റായിട്ട് ചുരുട്ടി കൂട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണല്ലോ അതിൻ്റെ മുകളിൽ കയറുന്ന അടുത്ത ആളാവുന്നത്. ഓരോരുത്തർക്കും ഓരോരോ പണികളാട്ടോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ സെക്ഷനായിട്ടുള്ള പണികളാണ് ചെയ്യുന്നത്. അവർ വണ്ടിയിലുള്ളവർ എങ്ങനെയാണല്ലോ അടുത്ത കുഴിയിലേക്ക് കൊണ്ട് താത്തുന്നതിന് വേണ്ടിയിട്ട് അവർ അതിനുള്ള ശ്രമങ്ങളും അതിൻ്റെ ഫസ്റ്റായിട്ടുള്ള വർക്കുകളൊക്കെ അവർ നോക്കിക്കൊണ്ട് ഇരിക്കുവാണ്. മറ്റൊരു മണ്ണിട്ടുകൊണ്ടിരിക്കുക. അവരെ മണ്ണെല്ലാം ഇട്ടിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ കൂടി ബാക്കിയുള്ള സ്ഥലത്തുണ്ട്. ഇപ്പോൾ നല്ല കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാറ്റും മഴയാണ്. അങ്ങനെയാണല്ലോ ഈ പോസ്റ്റ് പോകാൻ കാരണം. കണ്ടോ, വലിയൊരു പന ഉരുണ്ടിയാടിയതാണ് ഈ പോസ്റ്റ് പോകാനായിട്ടുള്ള കാരണം. അതുകൊണ്ടാണ് ഒരു പുതിയ പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ വീണ്ടും അതിനകത്തേക്ക് ഇറക്കി പിടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കാണ്. അപ്പം ഇവരുടെ ബുദ്ധിമുട്ടും പണികളും ഇതെങ്ങനെയാണ് ഈ പോസ്റ്റുകൾ ഉയർത്തുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അങ്ങനെ അവർ 3ാമത്തെ പോസ്റ്റും ഉയർത്താനുള്ള പണികളൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു പോസ്റ്റിൻ്റെ ചുവട്ടിലായിട്ടാണ് അതായത് കംപ്ലീറ്റും ഒടിഞ്ഞു പോയൊരു പോസ്റ്റാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. അതെല്ലാം പറിച്ച് താഴെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമയത്ത് പോലും നല്ല കാറ്റും മഴയൊക്കെ വരാൻ തുടങ്ങുവാണ്. കാറ്റ് നിലവിൽ ഭയങ്കര ശക്തമായ രീതിയിലുണ്ട്. താഴെ കാണുന്നത് കാറ്റ് കൊണ്ട് ഒടിഞ്ഞു വീണ വലിയൊരു കുടപ്പനയാണ് കാണുന്നത്. അപ്പോൾ കുടപ്പനയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടപ്പന എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. പഴയ കാലങ്ങളിലൊക്കെ താളിയോല അതുപോലെ എഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഓല ഇതിലാണ്. അതുകൊണ്ട് പഴയ കാലങ്ങളിൽ കുട ഉണ്ടാക്കിയിരുന്നത് പ്രധാനമായിട്ടും ഈ അടുത്ത് കിടക്കുന്ന ആ ഒരു പനയുടെ ഓല കൊണ്ട് ആയിരുന്നു. അതുകൂടാണ്ട് പഴയ കാലങ്ങളിൽ വീട് മേയാനായിട്ടും ഉപയോഗിച്ചിരുന്നത് ഈ കുടപ്പന ഓല കൊണ്ടാണ്. എങ്ങനെയാണല്ലോ ആ ഒരു കുടപ്പന മറിഞ്ഞു വീഴും എന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. കാരണം ഇതുവരെയായിട്ടും കാറ്റിൽ ഒരിക്കലും കുടപ്പന ഒടിഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇങ്ങനെ അപൂർവം കണ്ട ആൾക്കാരും പറഞ്ഞത് ഒരു പന ഒടിഞ്ഞു വീഴുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യം കാണുന്നതാണെന്നാണ് പലരും പറയുന്നത്. കാരണം അത്രയും വലിയ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരു കുടപ്പന എങ്ങനെ ഉരുണ്ടിയാടി എന്നുള്ളതാണ് അതിശയിച്ചു പോകുന്നത്. എങ്ങനെയാണല്ലോ അത് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് അവരെല്ലാം കൂടെ കൂടിയിട്ട് അത് അടുത്ത സൈഡിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിറ്റാണത്. നല്ല കല്ല് പോലത്തെ വെയിറ്റാണ് ഇതിന്. ഇത് മുറിക്കാനൊക്കെയാണെങ്കിലും ഭയങ്കര പാടാണത്. എങ്ങനെയാണുള്ളത് മുറിച്ചിട്ടിരുന്നത് എല്ലാവരും കൂടെ കൂടിയിട്ട് തള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. വാഹനങ്ങളൊക്കെ പോകാനുള്ളത് കൊണ്ട് സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കണമല്ലോ. അതുകൂടാണ്ട് കണ്ടോ ഒരു പോസ്റ്റ് 3 കഷ്ണമായിട്ടാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് ഈ പന വീണിട്ട്. അതും ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കുവാണ്. അതെല്ലാം വെച്ചതിന് ശേഷം വേണം ആ പോസ്റ്റിൽ ഇനി കമ്പിയൊക്കെ കെട്ടാനായിട്ട്. അപ്പം ആ ഭാഗങ്ങളെല്ലാം ക്ലിയറാക്കി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചേട്ടന്മാരെല്ലാം കൂടി ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം.